നമ്മുടെ തന്നെ സമ്മതി വാങ്ങിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വളരുക എന്ന് പറയുന്ന ഒരു സംഗതി പ്രവർത്തിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ മിഡിൽ ക്ലാസ്സിലെ, പ്രത്യേകിച്ച് ഹിന്ദു മിഡിൽ ക്ലാസ്സിനെ പിടികൂടുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കൺസെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാം, എൻ്റെ കുടുംബ ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൽ വളരെ കുറവ് RSSകാരെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ BJPക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മറ്റു തരത്തിലുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് അധികം. അപ്പൊ ആദ്യ കാലത്ത് ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ കൂടി എതിർക്കും, നീ എന്താ ഇതൊക്കെ കൊണ്ടിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ അവൻ പറഞ്ഞാൽ ഒരു ശരിയുണ്ട് കേട്ടോ, ഏത് ഒരു കുറച്ച് ശരിയുണ്ട്, ബാക്കിയൊക്കെ തെറ്റാണ്, എന്നാലും കുറച്ച് ശരിയുണ്ട്. ഈ കുറച്ച് ശരി പതുക്കെ വളർന്ന് ഒന്നുകിൽ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലമാണെന്ന് വെച്ചുകൊണ്ട് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സ്വത്വങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ വലിയ കടന്നുകയറ്റം, ഭീഷണി, ഇതിനെ പറ്റിയൊക്കെ പലപ്പോഴും മൈൽഡായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് വരികയാണ്, ഒരിക്കലും ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിൽ പറയുന്നത്, ഔറംഗസേബ് മരിക്കാൻ നേരത്ത് ശിവജിയെ വിളിച്ചു, ശിവജിയോട് പറഞ്ഞു, മാപ്പ് ശിവജി, ഞാൻ നീയായിട്ട് തർക്കത്തിന് പോയതാണ്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ദുരന്തത്തിനും കാരണം, അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ല. ഇതാണ് മെസ്സേജ്. അപ്പോൾ അവിടുത്തെ കുറച്ച് പുരോഗമനവാദികൾക്കൊക്കെ ഇതിനെ എതിർക്കണല്ലോ. അപ്പൊ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നീ തെളിവ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ യുദ്ധങ്ങൾ നടക്കുകയാണ്. അപ്പം മറ്റോ പറയുന്നതൊക്കെ തെളിവുണ്ട്, പുസ്തകം ഞാൻ അടുത്ത ദിവസം ഇടാം, നിങ്ങളപ്പോൾ മാപ്പ് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ തർക്കം നടക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ ഔറംഗസേബ് മരിക്കുന്നതിന് മുമ്പ് 28 വർഷം മുമ്പ് മരിച്ച പോയ ആളാണ് ശിവജി. ശിവജി മരിച്ചിട്ട് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസേബ് മരിക്കുന്നത്. ഇതൊരാളുടെയും മനസ്സിൽ വരുന്നില്ല, ഒരാളുടെയും ചിന്തയിൽ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാദം പോലും, നമ്മുടെ വാദപ്രതിവാദം പോലും ഒരു സത്യാനന്തരത്തേക്ക് പുറത്താണ്, സത്യാനന്തര പൊളിറ്റിക്സിന് പുറത്താണ്. ഇത് സവർക്കർ അവസാന കാലത്ത് വെച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. സവർക്കർ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പുണ്യഭൂമി, പിതൃഭൂമി, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് 5 ദിവസം സംസാരിച്ചാൽ തീരുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അവസാനം വെച്ചത് ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്ന ആശയമാണ്. അതായത് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അവസാന പടവ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ്, എല്ലാ പൊളിറ്റിക്സും ഹിന്ദുവൈസ് ചെയ്യാം, ഹിന്ദുവൽക്കരിക്കുക, ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം, ഈ ഹിന്ദുക്കളെ സൈനികവൽക്കരിക്കുക. ഇതാണ് ആശയം. എന്ന് പറഞ്ഞാൽ സൈന്യം വേണ്ട, പിന്നെ ആർമി ഒന്നും വേണ്ട, പിന്നെ അത് തന്നെ ഇപ്പോൾ ഒരു കൈകൊട്ടി കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ ആർമിയായിട്ട് വരുന്ന തരത്തിൽ മിലിറ്ററൈസ് ചെയ്യുക. ഇതാണ് ഈ അഗ്നിവീർ പദ്ധതിയൊക്കെ 5 കൊല്ലം കൂടുമ്പോൾ ഇവരെ ഒരു എന്തുകൊണ്ട് ഇവർക്ക് പെർമനന്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും എടുത്തിട്ട് സൈനികവൽക്കരിക്കണം, അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് അഗ്നിവീർ എന്ന് പറഞ്ഞാൽ. സവർക്കറിസത്തിന് അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ മോഡിയുടെ ഭരണകൂടം മുന്നോട്ട് പോയിരുന്നത്, ഹിന്ദു രാഷ്ട്രത്തിന്റെ ദിശയിൽ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. അത് സാധാരണ രാഷ്ട്രീയ ഇടപെടലിനേക്കാൾ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വിലയേ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.